ഹലോ, നമസ്കാരം. അപ്പം ഇവൻ നാട്ടിലാണ്, വീട്ടിലാണ്. ഓണത്തിൻ്റെ ലീവിന് വന്ന ഇപ്പം കഴിഞ്ഞ ട്രിപ്പ് വന്ന അഹമ്മദാബാദിൽ തിരുപ്പൂർ വന്ന് ഇന്നലെ പോന്നു. ഇന്നലെ ലോഡ് ഇറക്കിയില്ല, അത് ഞാനിങ്ങ് പോന്നു, വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വേറൊന്നുമല്ല, ലോഡ് ഇറക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത ട്രിപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അഹമ്മദാബാദിനാണ്. അപ്പം നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ പറ്റില്ല. ഓണത്തിന് വീട്ടിൽ ഫാമിലിയുടെ കൂടെ ഇരിക്കണമല്ലോ. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കണമെങ്കിൽ നമുക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നാട്ടിലേക്ക് ലീവിന് പോകുന്നു. എന്താണ് നമ്മൾ ഈ കാണുന്നത് കോവൽ പന്തലിട്ടിരുന്ന അതിൻ്റെ കോലം ഞാൻ വന്നപ്പോഴത്തേന് ഇങ്ങനെയായി, മൊത്തം പോയി മഴ കാരണം. ഫ്രണ്ട് മുഴുവൻ കപ്പ കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പം പോവാണ്, നമുക്കൊരു ലാബുണ്ട്, അപ്പോൾ ലാബിലേക്ക് പോവാണ്. രാവിലെ കൊണ്ടുവിടണം വൈഫിനെ. അത് അങ്ങോട്ട് രാവിലെ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. രാവിലെ നാട്ടിലാണ്. നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലല്ല, നമുക്കൊരു സ്ഥാപനമുണ്ട്, വി കെയർ കമ്പ്യൂട്ടറൈസ്ഡ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നൊരു ലബോറട്ടറി വൈഫാണ് നടത്തുന്നത്. ഇതാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കങ്ങഴ പഞ്ചായത്തിലാണ്. കങ്ങഴ പഞ്ചായത്തിൻ്റെ ഇരിക്കപ്പെടുക. അതെ, കണ്ടോ, ഇതിന് നേരെ ഓപ്പോസിറ്റ് വി കെയർ ലബോറട്ടറി എന്ന് പറഞ്ഞ് ഒരു ചെറുതാണ്, അത്യാവശ്യം ചെറുതെന്ന് പറയാം, കുഴപ്പമില്ല. കയറി വരുമ്പോൾ ഇതാണ് നമ്മുടെ അത് UPS സകല സാധനങ്ങളൊക്കെ ഉണ്ട്. ഇൻവെർട്ടർ UPS ആട്ടോ. നമുക്ക് കറണ്ടില്ലല്ലേ? ഓക്കെ, കറണ്ടില്ല. രാവിലെ പണിപാടി, കറണ്ടില്ല. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് രാവിലെ ഓണാക്കട്ടെ. അപ്പോൾ അത് ഓണായി വരട്ടെ. ഇതാണ് ഉൾവശം. ഇത് ബ്ലഡ് എടുക്കുന്ന ഏരിയയാണ്. പ്രഷർ മീറ്റർ, ECGയുടെ റോള് തീർന്നല്ലേ? ഓർഡർ ചെയ്തായിരുന്നോ? ECGയുടെ റോള് കഴിഞ്ഞു, ECG പേപ്പർ കഴിഞ്ഞു. എത്തിയിട്ടില്ല. ECG സ്റ്റെബിലൈസ് ആകുന്നുള്ളൂ. ഇത് ECGയുടെ മീറ്റർ നോക്കുന്ന കാര്യങ്ങളല്ല കേട്ടോ. അതിന് ലെവലാകണം. അപ്പോൾ അതങ്ങനെ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കറണ്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഫ്രിഡ്ജ്, ഇത് നമ്മുടെ സെൽഫോൺ, ഇത് സെമി ഓട്ടോമാറ്റിക്. ഇത് ബ്ലഡ്, ഷുഗർ, അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകൾ, കൊളസ്ട്രോൾ, ഇതെല്ലാം ചെയ്യുന്ന ടെസ്റ്റാണ്. ഇനി ഇത് നമ്മുടെ പെപ്പറ്റുകൾ, ഇതാണ് ബ്ലഡിൻ്റെ അളവിൽ ബ്ലഡ് എടുക്കുന്നതും പിന്നെ സിറങ്ങൾ, കെമിക്കലുകളെല്ലാം എടുക്കാൻ ഇതുകൊണ്ടാണ് എടുക്കുന്നത്. ഇതതിൻ്റെ ടിപ്പുകൾ. ഇത് ഇന്നലെ ചെയ്ത ടെസ്റ്റിൻ്റെ കേട്ടോ. ഇതിനിപ്പം ഇന്ന് ലൈൻ ഒഴിച്ച് വെച്ചേക്കുക. അതിൻ്റെ അകത്ത് മരുന്ന് കെമിക്കൽ പോകാൻ വേണ്ടി അത് ഒഴിച്ചിട്ട് ഇനി അത് വേസ്റ്റിലേക്ക് ഇടണം. ഇതാണ് ഇമേജാണത്, നമ്മളല്ല കൊണ്ടുവന്നത്. ഇമേജിൻ്റെ വേസ്റ്റ് എടുക്കുന്നവരുണ്ട്, ഈ കെമിക്കൽ വേസ്റ്റുകൾ എടുക്കുന്നത്. അപ്പോൾ അവർ കൊണ്ടുവരണം. ഇത് നമ്മുടെ എന്താ പറയുക, തൈറോയിഡ് ഓപ്പൺ ചെയ്യാം.
തൈറോയിഡ് ഇതിനകത്ത് എന്തോ പ്രാണിയുണ്ടല്ലോ. തൈറോയിഡിൻ്റെ മെഷീനാണ് കേട്ടോ, തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഫാനാണ്, അത് പുറത്തോട്ട് ഇത് പോകാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ മൈക്രോസ്കോപ്പ്. ഇത് പിന്നെ പൊട്ടാസ്യം, കാൽസ്യം അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി ഉള്ള ഇതാണ്. ഇത് നമ്മുടെ ട്യൂബുകളൊക്കെ ഉണക്കാനും ഒക്കെ വെക്കുന്ന ഇൻക്യുബേറ്റർ. ഇത് നമ്മുടെ ബ്ലഡ് കറക്കി നമ്മുടെ അതിൻ്റെ ഇതെടുക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇനി ഈ ഭാഗത്താണ് യൂറിൻ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നത്. യൂറിൻ ടെസ്റ്റുകൾ ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ്. ഇതിൽ വെച്ചാണ് ഇതിൻ്റെ അകത്തോട്ട് യൂറിൻ്റെ ഇതൊക്കെ വെച്ച് ലെൻസ് വെച്ച് നമ്മൾ ചെയ്യും. ഇത് യൂറിന് ഇതൊക്കെ ഉണ്ടോയെന്ന് അറിയുന്നതാണ്. ഇതിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ ഇതെല്ലാം ഇപ്പം വേറൊരു ലാബ് നിർത്തിയപ്പോൾ അവിടുന്ന് നമ്മൾ എടുത്ത സാധനങ്ങളാണ്. ഇതെല്ലാം ഇന്ന് അറേഞ്ച് ചെയ്യണം. അതിനാണ് ഇപ്പം ഞാൻ രാവിലെ ഇങ്ങ് പോകുന്നത്. അപ്പം ഇതെല്ലാം ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് ഇതിന് വെക്കണം. ഇതാണ് നമ്മുടെ സാമ്രാജ്യം. ചെറുതാണ്, നമ്മൾ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. ഇത് നമ്മുടെ സഹധർമ്മിണി കേട്ടോ. ഇതാണ് എൻ്റെ ഭാര്യ. കുഞ്ഞു വീട്ടിലാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ്. ജീവിതം മുന്നോട്ട് പോകുന്നു അല്ലേ. അപ്പം പുള്ളിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പം? 13 വർഷത്തെ, ഏകദേശം 13 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെയാണ് പുള്ളിക്കാരി. ഞങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് ഒരുമിച്ച് ജോലി ചെയ്തിട്ട്. അപ്പം ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പം നമ്മൾ 2.5 കൊല്ലമല്ലേ, 3ാമത്തെ കൊല്ലം ആകാൻ പോകുന്നു. അപ്പം ഗവൺമെൻറ്റിൻ്റെ സഹായത്തോട് കിട്ടിയതാണ്. അപ്പം ബാക്കി പൈസ നമ്മൾ എടുക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല. 3 കൊല്ലമായിട്ട് ഞങ്ങളിത് കൊണ്ടു നടക്കുന്നു. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പം ചെറിയൊരു സെറ്റപ്പ്, ചെറുതെന്ന് പറയാൻ പറ്റിയല്ല, അത്യാവശ്യം ഒരു മീഡിയം സെറ്റപ്പിലാണ് ഈ ലാബ് സ്ഥിതി പോകുന്നത്. അപ്പം നല്ല എമൗണ്ടായി. ഒരു ഏകദേശം ഒരു 10-12 രൂപ അടുത്തായി, ലക്ഷം രൂപ അടുത്തായി. അപ്പം അത് കാര്യങ്ങളെല്ലാം ലോണാണ്, നമ്മുടെ കയ്യിലല്ല കേട്ടോ. മുഴുവൻ പൈസ നമ്മൾ മുടക്കിയതൊന്നുമല്ല, ലോണിലാണ്. അപ്പം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ രാവിലെ ഇപ്പോൾ ഇവിടെ അതിനു വേണ്ടി രാവിലെ വന്നപ്പം കറണ്ട് ഇല്ല. പക്ഷേ UPS ഉള്ളതുകൊണ്ട് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ ലൈറ്റും കാര്യങ്ങളൊന്നും നമ്മളതേ കൊടുത്തിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാന്നുള്ളതാണല്ലോ അതിൻ്റെ അകത്ത് മെയിനായിട്ട്. അപ്പം നമ്മൾ ലൈറ്റിനും കാര്യത്തിനും UPS കൊടുക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ വായ്ക്കപ്പ് കുറയുന്നതുകൊണ്ട് നമ്മൾ അതിലൊന്നും ചെയ്തിട്ടില്ല. മെഷീനുകൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ UPS യൂസ് ചെയ്യുന്നുള്ളൂ, കമ്പ്യൂട്ടർ മെഷീനുകൾക്കും വേണ്ടി മാത്രം. അപ്പോൾ അതുകൊണ്ട് ബെനിഫിറ്റ് എന്നാന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ നേരം നമുക്കത് ടെസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ലൈറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പറയാമല്ലോ, പെട്ടെന്ന് തന്നെ ചാർജ് ഇറങ്ങിപ്പോകും, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നില്ല. അന്നേരം നമ്മൾ ഈ ജനലൊക്കെ തുറന്നിട്ട് നമ്മളതങ്ങ് കൈകാര്യം ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ്. ബാക്കിയൊക്കെ ഇപ്പോൾ വീട്ടിൽ വന്നതാണ്. വീട്ടിൽ വന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണമായതുകൊണ്ട് വീട്ടിൽ വന്നതാണ്. 2ാമത്തെ ട്രിപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ലോഡ് ഇറക്കിയില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം ലോഡ് ഇറക്കിയില്ല. ഇന്നലെ വരെ ലോഡ് ഇറക്കിയില്ല. ഇന്നലെ വൈകുന്നേരമാണ് ലോഡ് ഇറക്കുന്നത്. നമ്മുടെ അനീഷ് അവൻ പോയി ഇറക്കി. അപ്പം പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണത്തിന് നമുക്ക് വീട്ടിൽ വരാൻ പറ്റിയില്ല. എനിക്ക് ഓണത്തിന് നമ്മുടെ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വലിയ ആഗ്രഹമുണ്ട്. അപ്പം നമ്മളതുകൊണ്ട് അത് സന്തോഷമാണല്ലോ, കുടുംബത്തിൻ്റെ സന്തോഷമാണ്. നമ്മൾ അതിനു വേണ്ടിയല്ല നമ്മുടെ അധ്വാനിക്കും, നമ്മൾ കുടുംബം സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി. അപ്പം അത് നടക്കുകയില്ല. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇന്നലെ ലോഡ് ഇറക്കി, ഇനി വണ്ടി സർവീസ് ചെയ്യണം. 3 ലക്ഷം കിലോമീറ്ററിൻ്റെ സർവീസായി, കമ്പനി സർവീസാണ്. ബ്രേക്ക് സെറ്റ് ചെയ്യണം, ടയർ മാറണം, ബോഡി വെൽഡ് ചെയ്യാനുണ്ട്. ബോഡി പൊട്ടിയായിരുന്നു, ചേസുമായിട്ട് ബോഡി പൊട്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഒത്തിരി നല്ല ബിൽഡിംഗ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇന്ന് ആ പണി ചെയ്തെന്ന് കൂട്ടിയോ, ഇന്നും നാളെ ആയിട്ട് അത് തീരുള്ളൂ. അന്നേരം നമുക്കിനി കിട്ടുന്ന ശനിയാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം ആയിരിക്കും ലോഡ്. വെള്ളിയാഴ്ച വൈകുന്നേരം ലോഡ് കിട്ടിയാലോ അഹമ്മദാബാദിനാണ് ലോഡ് നമുക്ക് വരുന്നത്. 14 വിലായതുകൊണ്ട് ലോങ്ങാണ്. ഏറ്റവും കൂടുതൽ അഹമ്മദാബാദിനായിരിക്കും, സൂറത്തല്ല അഹമ്മദാബാദ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച പോയി കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച പോയാലും നാളെ ഒരു ഓട്ടം കിട്ടിയാലും
10 ദിവസം ഏറ്റവും കുറഞ്ഞത്. 10 ദിവസമല്ല, 10-12 ദിവസമല്ലേ എടുക്കും തിരിച്ചു വരാൻ. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് വീട്ടിലെത്താൻ പറ്റില്ല. ഓണത്തിന് വീട്ടിലെത്തിയില്ല, പിന്നെ ഈ വർഷം പിന്നെ ഓണമില്ല, അടുത്ത വർഷമല്ലേ കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നടക്കുകയില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്നാൽ ലീവിന് പോയേക്കാം. ഇനിയിപ്പോൾ ഒരു 10 ദിവസമല്ലേ ഉള്ളൂ, ലീവിന് പോയേക്കാം. ലീവിന് പോയിട്ട് ഓണം കഴിഞ്ഞ് വരാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഓണം കഴിഞ്ഞ് അങ്ങോട്ടല്ല പോകുന്നത്. ഓണം കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയുണ്ട്, അവൻ്റെ ഡൽഹി കാശ്മീർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് നമുക്ക് വീഡിയോ ഇടാനും ഒരു വേറെ വ്യത്യസ്തമായ വീഡിയോ ഇടാമല്ലോ. എന്നും ഈ കാശ്മീർ, അഹമ്മദാബാദ്, തിരുപ്പൂര് തന്നെ ഇടുന്നതിലൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം നമുക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പൈനാപ്പിളാണ്, അവിടുന്ന് കാശ്മീർ പോയിട്ട് അവിടുന്ന് തിരിച്ച് വന്ന് തിരിച്ച് ആപ്പിളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ച് ആ വണ്ടിയിലോട്ട് മാറുവാണ്. ഞാൻ പറഞ്ഞേക്കുന്നത് 20 മുതൽ കയറാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഓണം കഴിഞ്ഞ ഉടനെ അതിലോട്ട് കയറും. അത് കയറി അത് സെറ്റായില്ലെങ്കിൽ നമ്മൾ തിരിച്ച് വീണ്ടും തിരുപ്പൂർക്ക് തന്നെ പോവും. അപ്പോൾ എങ്ങനെയാണെന്ന് ബാക്കിയൊക്കെ കണ്ടിട്ട് പറയാം കേട്ടോ. ബാക്കി ഞാൻ കാര്യങ്ങളൊക്കെ കാണിക്കാം വീട്ടിൽ ചെല്ലുമ്പം. എനിക്കൊരു മോളാണ്, 2 വയസ്സായി, കുസൃതി കൊടുക്കുകയാണ്. പിന്നെ വൈഫിൻ്റെ അമ്മ, ഞങ്ങൾ ഇത്രയും പേരാണ് ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ കുസൃതി കൊടുക്കാനെ കൂടെ ഒന്ന് കാണിച്ചു തരാം, വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് പോകാൻ. പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ തന്നെ ചെയ്യുന്നത് തന്നെയല്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം അതെല്ലാം ഒന്ന് ചെയ്യട്ടെ. രാവിലെ ഒരു ഏകദേശം 5 പേഷ്യൻറ്റോളം ഉണ്ടായിരുന്നു. രാവിലെ വന്ന ഉടനെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം വൈഫ് ഔട്ട്സൈഡ് ടെസ്റ്റ് എടുക്കാനുണ്ട്, ഒരു വീട്ടിൽ പോയി ഒരു അമ്മയുടെ ടെസ്റ്റ് എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയേക്കാണ്. അപ്പം ഇത് നമുക്ക് ഇപ്പോൾ വന്ന ടെസ്റ്റുകൾ ഏകദേശം ഇത് ഇത്രത്തോളം ടെസ്റ്റുകൾ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. ഇത്രയും ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു. എന്താ ഇത്രയും പേഷ്യൻ്റ് നമുക്കൊരു ഏകദേശം 5 പേഷ്യൻറ്റോളം വന്നിട്ടുണ്ട്. അതിൽ പൈസ തന്നവരുണ്ട്, തരാത്തവരുണ്ട്. അത് സാരമില്ല, നമുക്കത് കുറച്ച് കഴിയുമ്പോൾ അവർ തന്നോളൂ, ബില്ല് റിപ്പോർട്ടായി കഴിയുമ്പോൾ. വേറൊന്നുമല്ല, പുള്ളിക്കാരി തന്നെ ഒറ്റയ്ക്ക് കിട്ടിയാൽ കൂടുമില്ലല്ലോ. അപ്പം നമ്മൾ സഹായിക്കണമല്ലോ. ഞങ്ങൾ 2 പേരും കൂടെ കൂടിയാലല്ലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. നമുക്ക് കണ്ടോ, ഇതാണ് ഏതൊരു ലാബിലും ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഇത് ഇമേജിൻ്റെ ബയോമെഡിക്കൽ വേസ്റ്റ് ചാർട്ടാണ്, സെഗ്രിഗേഷൻ ചാർട്ടാണ്. ഇത് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈസൻസ് കിട്ടുകയുള്ളൂ. ലൈസൻസ് അല്ല, നമുക്കിത് ലാബ് നടത്തിക്കൊണ്ട് പോകാനുള്ള അർഹതയുള്ളൂ. വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സിറിഞ്ച് പണ്ട് നമുക്ക് സൂചിയൊക്കെ കരിച്ച് കളയുമായിരുന്നു, മെഷീനിൽ നമുക്ക് കരിച്ച് കളയുമായിരുന്നു. ഇപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അപ്പം അതിന് പകരം അതൊരു ബോക്സിലാക്കി ഇതിങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുക. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവരെടുത്തുകൊണ്ട് പോയിക്കോളും, ഈ ബോക്സ് അവരെടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പം നമ്മളത് ഒരു കവറിലാക്കി അത് കൊടുത്തു വിട്ടാൽ മതി. ഇത് ഷുഗർ എടുക്കാനുള്ളത്, കൊളസ്ട്രോള്, അങ്ങനെയുള്ള ഓരോന്നിനായിട്ടുള്ള ട്യൂബുകളാണ്. ഇത് സ്പിരിറ്റാണ്, പഞ്ഞി, ബാൻഡേഡ്, ഇത് സ്പോട്ട് ബാൻഡേഡ് എന്ന് പറയും. കാരണം ഇത് ബ്ലഡ് സ്പോട്ട് ബാൻഡേഡാണ്. ഇത് ബ്ലഡ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ കൈ ഇടുന്നത്. ഇത് 2cc സിറിഞ്ചാണ്. ചെറിയ ഷുഗറോ മാത്രമൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടി എടുക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ 2 ടൈപ്പ് സിറിഞ്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒന്ന് 5cc. ഇത് മതിയാവും. ഈ 2 സിറിഞ്ചുകൾ നമുക്ക് മതിയാവും, ആവശ്യമുള്ളൂ. വേറെ ഓവർ നമ്മൾ ബ്ലഡിൻ്റെ എടുക്കുന്നില്ല. അപ്പം നമുക്കത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതാണ് ഇമേജിൻ്റെ പഞ്ഞി കൊണ്ടുപോകാൻ. ഇത് പിന്നെ നമ്മുടെ സിറിഞ്ചിടാൻ. ഇത് കണ്ടു, ഇതിങ്ങനെ സ്റ്റോർ ചെയ്യുക. ഇത് ഫില്ലായി കഴിയുമ്പോഴത്തേന് അവർ വന്നെടുത്തുകൊണ്ട് പൊക്കോളും. നമ്മൾ അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യങ്ങൾ. ജെല്ല്, ECG ബെഡാണ്. നമ്മൾ ECG ഒക്കെ എടുക്കാനുള്ള ബ്ലഡ് കാര്യങ്ങളൊക്കെയാണ്, ബെഡ് കാര്യങ്ങളൊക്കെയാണ്. ഇത് പിന്നെ ഇത് കണ്ടോ, ഇതിലാണ് നമ്മൾ ഈ ബ്ലഡും കാര്യങ്ങളും എല്ലാം ഉള്ള ട്യൂബുകളുണ്ടല്ലോ, ഇത് ബ്രഷിങ്, ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിലാണ്. ആ ബാഗിലിട്ട് കൊടുക്കും. ഇത് ഇത്രയും പെപ്പറ്റുകളുണ്ട് ഉണ്ടോ,
ഇത് മെഷീനിപ്പോൾ ഓണായിട്ടുണ്ട്. ടച്ചാട്ടോ മെഷീനെല്ലാം ടച്ച് സ്ക്രീനാണ്, എല്ലാം ടച്ച് സ്ക്രീനാണ്. അപ്പം നമുക്ക് കണ്ടോ ഇത്രയും ടെസ്റ്റുകളുണ്ട്, നമുക്കത് ചെയ്യാം. നമുക്കിത് ടെസ്റ്റ് ഇല്ലാത്ത കണ്ടോ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ടെസ്റ്റുകളാണ്. ഇത് ഇത്രയും ടെസ്റ്റുകളുണ്ട് നമുക്ക് ചെയ്യാൻ. പിന്നെ ഈ പേജിൽ ആ പേജിലില്ല, ഇവിടെ ഒന്നുമില്ല. ഏകദേശം നമ്മൾ ഇത്രയും ടെസ്റ്റുകളോളം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ മെഷീനിൽ മാത്രം. മെഷീനിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലത്തെ ഹീറ്റ് ഫാന് ഇച്ചിരി കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. ചെറിയ ലൂസ് എന്തോ ഇത് വിട്ടാണ് കറങ്ങുന്നത്. ഇത് പിന്നെ നമുക്ക് ആവശ്യമില്ല, നമ്മളിത് മൂടിയിട്ടേക്ക്. എന്നാ വെച്ചാൽ തൈറോയിഡാണ്. ഇന്നിപ്പോൾ ടെസ്റ്റുകളൊന്നും വന്നിട്ടില്ല. ഇതെല്ലാം സിമ്പിളാണ്. ഓണാക്കി കാണിച്ചുതരാം. ഇവിടെ ബാക്കിലൊരു സ്വിച്ചുണ്ട്, കുത്തിയിട്ടില്ല, സോറി. അത് വേണ്ട, നമുക്കിപ്പോൾ ഓണാക്കിയാൽ ശരിയാകില്ല. ഓണാക്കാത്ത ഇത് പിന്നെ ഇത് നമുക്ക് ഓണാകാം. എന്താണ് നമ്മുടെ മൈക്രോസ്കോപ്പ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. മൈക്രോസ്കോപ്പിലൊന്നും കാണാനൊന്നും എന്തോ വിട്ട് വന്നാണ് കണ്ടോ. പുള്ളിക്കാരിയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്, ഈ കൊണ്ടു നടക്കുന്നത് എല്ലാം. ഞാൻ ഇതിൻ്റെ അകത്ത് മേൽനോട്ടം മാത്രമേ ഉള്ളൂ, കൺട്രോളിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെറിയ പൈസ കാര്യങ്ങൾ, ബിൽ പേയ്മെൻറ്റ്, ബ്ലഡ് ടെസ്റ്റ് വരുന്നേ പേഷ്യൻ്റ് ബിൽ പേയ്മെൻറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നുള്ളൂ പേഷ്യൻ്റ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഓണാക്കിയതാണ്. ഇതുണ്ടോ, ഇതിങ്ങനെ നോക്കണം. അങ്ങനെ അതൊന്നും കാണാനൊന്നുമില്ല, ഒന്നും വെച്ചിട്ടില്ല. എന്തെങ്കിലും വെച്ചാൽ കാണിക്കാമായിരുന്നു. നോക്കട്ടെ, ബ്ലഡ് എന്തെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ചെയ്യണം, ഞാൻ കാണിച്ചാൽ എൻ്റെ ബ്ലഡ് എടുത്തിട്ട് ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പം നമ്മൾ കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം. ഇതിപ്പം പഴയ ലാബ് അവർ നിർത്തിയപ്പം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് എന്നൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം നമ്മളത് എല്ലാം ഒന്ന് അതൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചെറിയ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയത്തില്ല. ഇതെന്നാ മൈക്രോ ഫീൽഡ്, ഇതാണ് എച്ച് പി നോക്കുന്നതാണ് കേട്ടോ. എച്ച് പി നോക്കുന്നതാണ്. ഇത് ബ്ലഡ് എടുക്കും, എല്ലാം കാര്യങ്ങളുണ്ട്. ഇത് ഇരിക്കട്ടെ, യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. നമുക്കിതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി ഉണ്ട്. നമ്മുടെ ഇതാണ്. ഇത് മാനുവലായിട്ട് ചെയ്യുന്ന കേട്ടോ, മാനുവലായിട്ട് ചെയ്യുന്നതാണ്. മിഷനിൽ നമുക്ക് മിഷനിൽ ചെയ്യാനുണ്ട്, അതുകൂടാതെ മാനുവലായിട്ടും ചെയ്യുന്നുണ്ട്. മാനുവലായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, പ്രിഫർ ചെയ്യുന്നത്. മെഷീനേക്കാളും സേഫ്റ്റി എപ്പോഴും മാനുവൽ ചെയ്യുന്നതിനാണ് കറക്റ്റായിരിക്കും. ഈ മെഷീന് കംപ്ലൈൻറ്റ് വന്നാൽ ഇത് മറ്റേ സ്ക്യൂട്ടർ എടുക്കുന്ന കേട്ടോ, സ്ക്യൂട്ടറിൻ്റെ ആണ്. നമുക്കത് വേണ്ട. എന്താണെന്ന് നോക്കട്ടെ. ഇത് കോട്ടനാണ്. ഇത് കോട്ടനാണ്. ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊരു ഗൾഫിൽ നിന്ന് ജോലി ചെയ്തിരുന്ന ആളുടെ ലാബിലെ ആണ്. അപ്പം പുള്ളി ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നതാണ്. ഇത് കോട്ടനാണ്. നമ്മൾ മുറിഞ്ഞാലൊക്കെ മുറിവിനൊക്കെ കെട്ടാൻ യൂസ് ചെയ്യുന്ന കോട്ടനാണ്. അപ്പോൾ പുള്ളി എല്ലാം കൂടെ അവിടെ ഇരുന്ന് എല്ലാം കൂടെ തരുവാണ് ചെയ്തത്. അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു. 2008 സാധനമാണ്. നമുക്ക് ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. സീൽഡാണ്, എന്നാലും 2009 കാലാവധി കഴിഞ്ഞു. ഇത് നമുക്ക് ആവശ്യമില്ല, അപ്പം നമുക്കിത് കളയാം. അതിൻ്റെ ഉപയോഗമില്ല. പിന്നെ മാസ്ക്, ഓക്കെ, ഇത് ഗുഡ്. മാസ്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഒരു കാൽക്കുലേറ്റർ കൊള്ളാം.
കാൽക്കുലേറ്റർ കിട്ടിയേക്കുന്നുണ്ട്. അപ്പം അത് കുഴപ്പമില്ല, ഇരിക്കട്ടെ. നമ്മൾ ചാർജ് ചെയ്യുന്നതാണ്. അപ്പം വെയിലത്തോട്ട് വെച്ചിട്ടുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി. ഇത് ലീഷ്മാൻസ് ഓയിലാണെന്ന് തോന്നുന്നു. ഇത് ഓയിലാണ്, മറ്റേ സൊല്യൂഷൻ, മറ്റേ ബ്ലഡ് മൈക്രോസ്കോപ്പിൽ നോക്കാനുള്ള ഓയിലും സൊല്യൂഷനുകളുമാണ്. ഇതൊക്കെ അങ്ങനത്തേതാണ്. ഇതും കൂട്ടത്തിൻ്റെയാണ്. പിന്നെ കുറച്ച് ടിപ്പുകൾ. ഇത് സിറം എടുക്കുന്നു, ബ്ലഡ് നമ്മൾ കറക്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇവിടുന്ന് പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. പുള്ളിക്കാരി വന്നു, പുള്ളിക്കാരി തന്നെ കാര്യങ്ങൾ ചെയ്യട്ടെ. എല്ലാം നോക്കിയിട്ടുണ്ട്, വൈകുന്നേരം വന്നിട്ട് ചെയ്യാമെന്നുള്ള വിചാരിച്ചു. കാരണം ഇപ്പം രാവിലെ തിരക്കാണ്, ഇടയ്ക്ക് നമ്മളത് മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേർക്കും ബുദ്ധിമുട്ടാവും. അപ്പം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഞാൻ അങ്കിളിൻ്റെ വണ്ടിയാണ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. മഴ പെയ്യുന്നുണ്ട്, അതിന് മുമ്പ് പോകണം. ഞാൻ ഇന്നലെ രാത്രിയിലെത്തി ഹോട്ടലിൽ ഫുഡ് മേടിക്കാൻ വന്നു. അപ്പോളേ 10 ഇടിയപ്പം ഒന്നും 10 ഇടിയപ്പം ആയിക്കോട്ടെ. 10 ഇടിയപ്പം വേണ്ട, ഒരു ഇന്ന് വന്നിട്ടേ ഉള്ളൂ. പോവാറാകുമ്പോഴേക്കും കുറയ്ക്കും. 3 പൊറോട്ട, 7 ഇടിയപ്പം, 3 പൊറോട്ടയും മുട്ടക്കറിയും അങ്ങോട്ട്. നമുക്ക് ഒരു 6 12 6 7 പൊറോട്ട. 7 പൊറോട്ടയും എന്നാ കറി എന്നാ ഉള്ളത്? മുട്ട തന്നാൽ മതി, 2 മുട്ട. അല്ലെ സാമ്പാറായാലും മതി. സാമ്പാർ മതി അല്ല മതി, സാമ്പാർ മതി. ഇല്ലേ, ഇറച്ചിയുടെ ചാറ് ഒഴിച്ചാൽ ഇറച്ചിയുടെ ചാറ്. അല്ല അതിനും സമയമുണ്ടല്ലോ. ഇന്നലെ രാത്രി വന്നാലും നമുക്കിനി പണിയില്ലല്ലേ. വഴി അടച്ചോ? ഓക്കെ. നമ്മുടെ ഇത് കണ്ടോ, റോഡ് കാര്യങ്ങളാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അപ്പം അങ്ങനെ കാര്യങ്ങൾ ജീവിക്കണ്ടേ. ഞാൻ വണ്ടിയെ പോകുന്നതിൻ്റെ ചെറിയ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നേ. അപ്പം ഒരു കാര്യം, അപ്പം ഞാൻ ലാബിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഇതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടോ, എല്ലാം നല്ല സൂപ്പർ വഴികളാണ് ഈ ഇങ്ങോട്ടുള്ള, നല്ല കാഴ്ചകളുമാണ്. ഇത്രയും പച്ചപ്പിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം നമുക്കത് കാണുമ്പം വല്ലാത്തൊരു ആവേശമാണ്. നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ്. ഇതിപ്പം നമ്മുടെ ലാബിൻ്റെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. 5 കിലോമീറ്റർ ഉണ്ട്. ഇടയിരിക്കപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ലാബ് സ്ഥിതി ചെയ്യുന്നത്. വി കെയർ ലബോറട്ടറി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, മാപ്പിൽ സെർച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ ലാബിൻ്റെ ലൊക്കേഷൻ കാണാൻ പറ്റും, വി കെയർ ലബോറട്ടറി. അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ ലാബ് സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ചാമമ്പതാൽ എന്ന് പറയുന്നിടത്താണ് നമ്മൾ താമസിക്കുന്നത്. ഓക്കെ, മണിമലയ്ക്കിപ്പുറം, മണിമലയ്ക്ക് ഒരു 5 കിലോമീറ്റർ പുറകിൽ, മണിമലയ്ക്കും കൊടുങ്ങൂരിനും ഇടയിൽ. അപ്പം നമുക്ക് 4 സൈഡിലേക്ക് പോവാം. കൊടുങ്ങൂർക്ക് പാലാ വഴിക്ക് പോകാം, പൊൻകുന്നത്തിന്, മണിമലയ്ക്ക്, ചങ്ങനാശ്ശേരി. ഇതിപ്പോൾ ചങ്ങനാശ്ശേരി റൂട്ടാണ്. നമ്മൾ മുന്നോട്ട് പോകുന്നത് മണിമലയ്ക്ക് പോകും. മണിമല, റാന്നി, പത്തനംതിട്ട അങ്ങനെ പോകാം. കാഞ്ഞിരപ്പള്ളിക്ക് പോകാം. പുറകോട്ട് പോയാൽ ചങ്ങനാശ്ശേരി. അപ്പം നമ്മളങ്ങനെ അപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അമ്മാവൻ്റെ കള്ളുകടയുണ്ട്. അടുത്ത ദിവസം നമുക്ക് അവിടെ ഒന്ന് കയറി ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. നല്ല അടിപൊളി ഫുഡ്, നല്ല അടിപൊളി പന്നിയിറച്ചി, ബീഫും അവിടുന്ന് കിട്ടും. നമുക്ക് അവിടുന്ന് അടുത്ത ദിവസം പോയി കഴിക്കണം. നാളെ ചിലപ്പോൾ വൈകുന്നേരം പോകും. ഞാൻ വൈഫിനെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അത് ഫാമിലി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ പോയി ഒന്ന് കഴിക്കണം. അപ്പോൾ ഇവിടുന്ന് ഈ വളവ് തിരിഞ്ഞ് ഉടനെ ഇടത്തോട്ട് കയറിയാൽ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയായി, ചാമ്പതാലിന് പോകുന്ന വഴിയായി. നേരെ പോയാൽ മണിമല. നമ്മൾ നേരെ പോയി തൊട്ടപ്പുറത്തൊരു പമ്പുണ്ട്, പമ്പിൽ പോയി പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ.
പോകുന്ന വഴിക്കാണ്. അല്ലെങ്കിൽ പിന്നെ ചാമ്പാൽ ടൗണിൽ പോയിട്ട് വേണം നമ്മൾ പെട്രോൾ അടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നിന്നാണ് അടിച്ചിട്ടങ്ങ് പോകാമല്ലോ. ഇവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോകും. ഇതിലെ എങ്ങനെ അങ്ങ് പോകണം. ഇത് പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഒരു അമ്പലമുണ്ട്. കടേനിക്കാട് അമ്പലമാണ്, ദേവീക്ഷേത്രമാണ്, SNDP അമ്പലമാണ്. അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്. നമ്മളിപ്പോൾ അവിടെ പോയി പെട്രോൾ അടിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പം ഞാൻ പെട്രോൾ അടിച്ചിട്ട് പോകുന്ന വഴി ഒന്നും കൂടെ കാണിച്ചു തരാം. കാരണം വണ്ടി സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ബൈക്കിന് അത്ര നല്ലതല്ല. നമ്മുടെ ബൈക്കാണ്, ഹീറോയുടെ ബൈക്കാണ്, അങ്കിളിൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഒന്ന് പെട്രോൾ അടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ഡീസൽ അടിച്ചിട്ട് വന്നിട്ട് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ പറഞ്ഞില്ല ആ വളവ് കഴിഞ്ഞ് ഇടത്തോട്ട് തിരിയണമെന്ന്. ഇൻഡിക്കേറ്റർ നിർത്തിയതാ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം നല്ല രസം കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം റബ്ബർ തോട്ടമാണ് രണ്ട് സൈഡിലും. മഴ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല എന്താ പറയുക, ഗ്രീന് നല്ല കളറാണ്, പച്ചക്കളർ നല്ലതായിട്ട് നമുക്ക് ഫോണിൽ കിട്ടും. രസമാണ്. ഇതെല്ലാം കപ്പ കൃഷിയല്ല, റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞ് കപ്പ കൃഷിയിലേക്കും എന്താ പറയുക ഈ പൈനാപ്പിളിൻ്റെ കൃഷിയിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി ഇപ്പം നമുക്കൊരു 3 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് വീട്ടിലേക്ക്. ഇതിങ്ങനെ ചെറിയ വഴിയാണേലും അത്യാവശ്യം ബസ് റൂട്ടുള്ള വഴിയാണ് കേട്ടോ. ബസ് റൂട്ടുള്ള രാവിലെയും വൈകിട്ട് ഓരോ ട്രിപ്പുണ്ട്, അതേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ബൈക്ക്, ഓട്ടോ അങ്ങനെയാണ്. നമുക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ കൊടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയതുള്ളൂ. ഞാൻ അവിടെ ആയിരുന്നപ്പോഴാണ് ഓട്ടോ കൊടുത്തത്. കുഞ്ഞാറ്റ എന്ന് പറയുന്നൊരു ഓട്ടോ ഉണ്ടായിരുന്നു 2011 മുതൽ. അത് കൊടുത്തിട്ട് കാരണം അത് വെറുതെ കിടക്കുന്ന വണ്ടി നശിക്കുന്നതിലും ഭേദം ഞാനതങ്ങ് കൊടുത്തേച്ചു. ഇനിയിപ്പോൾ ഒരു ബൈക്ക് എടുക്കണമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്, വൈഫിന് പോയി വരാൻ. അപ്പോൾ അതുവരെ ഇവരുടെയൊക്കെ വണ്ടിയിൽ നമ്മൾ ഇങ്ങനെ ആരുടെയിലൊക്കെ ചോദിച്ച് മേടിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഈ ഓണം കഴിയുമ്പോഴത്തേനും ഒരു വണ്ടി എടുക്കണമെന്നുണ്ട്. പക്ഷേ വേറെ ഒന്നുമല്ല, ഒരു CC ഇട്ടൊരു വണ്ടി എടുത്താലേ വൈഫിന്, അല്ലെങ്കിൽ ഒരു ദിവസം 250 രൂപ ഓട്ടോ കൂലിയാണ്. ഇതിപ്പം നമ്മൾ വേറൊരാളുടെ ബൈക്ക് മേടിച്ചാൽ അവർക്കാണെങ്കിലും പെട്രോൾ അടിച്ച് കൊടുക്കണം. അപ്പം ആ പൈസ വെച്ചാൽ നമുക്ക് CC അടഞ്ഞു പോകുമല്ലോ. 3000 രൂപ അടുത്തൊരു മാസം നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അങ്ങനെ അത് തന്നെ കുറയ്ക്കാം ഒരു വണ്ടി സ്വന്തമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രമിക്കുന്നുണ്ട്. രാവിലത്തെ കാഴ്ചകളാണിത്. നല്ല തണുപ്പുണ്ട്, ചെറിയൊരു എന്താ പറയുക മൂടൽ മഞ്ഞുണ്ട്. അതാണ് രാവിലെ നമ്മുടെ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ. വീടിൻ്റെ എല്ലാം അറിയുന്നവരാണ്. ഞാനിവിടെ താമസം തുടങ്ങിയിട്ടൊക്കെ ഒരു ഏകദേശം ഒരു 7 വർഷം 6 വർഷം മിച്ചമായി. 7ാമത്തെ വർഷമാണിത്. എൻ്റെ ശരിക്കുള്ള താമസം സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂഞ്ഞാറാണ്. പൂഞ്ഞാറ് കല്ലേക്കുളം എന്ന് പറയുന്നത്. അപ്പം മൈക്ക് ഇന്നത്തോടെ ശരിയാകും കേട്ടോ. ഞാൻ മൈക്ക് മേടിച്ചിട്ടുണ്ട്, വീട്ടിലിരിക്കുന്നുണ്ട്, എടുക്കാൻ മറന്നുപോയി. അതിൻ്റെ കാര്യം തന്നെ മറന്നുപോയി. അപ്പോൾ ഇന്നൊരു മൈക്കൊന്ന് കണക്ട് ചെയ്ത് വീട്ടിൽ ചെന്നിട്ട് അത് കണക്ട് ചെയ്ത് നോക്കണം എങ്ങനെയാണത്, ശരിയാണോ നല്ലതാണോ എന്ന്. ഫ്ലിപ്കാർട്ടിൽ ഒരു ഓഫർ വന്നപ്പോൾ മേടിച്ചതാണ്. ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 400 രൂപ. അപ്പം ആ പൈസയ്ക്ക് കിട്ടിയപ്പോൾ നമ്മളതങ്ങ് മേടിച്ചു. വലിയ പൈസ മുടക്കാൻ നമ്മുടെ കയ്യിൽ ആവതില്ലാത്തതുകൊണ്ട് ചെറിയൊരു പൈസയ്ക്ക് കിട്ടിയപ്പോൾ നമ്മളതങ്ങ് മേടിച്ചു. നമ്മൾ ഇത്രയും ദിവസം ലോറിയിലായിരുന്നു, ഇന്ന് ബൈക്കേൽ. എന്താ അത് കൊള്ളാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് ഓടിക്കാൻ ഒട്ടും താല്പര്യമില്ല, ഇഷ്ടമില്ല ബൈക്ക് ഓടിക്കാൻ. എല്ലാം ഇവിടെ ഒരു സ്കൂളുണ്ട്. ഈ അക്കരെ ആ പറമ്പിൻ്റെ ഉള്ളിലൊരു സ്കൂളാണ്. ഈ കാടിനുള്ളിൽ ആ കാണുന്ന ഒരു സ്കൂളാണ്.
LP സ്കൂളാണ് തോന്നുന്നു. അതിന് ചുറ്റും മുഴുവൻ എന്താ പറയുക പൈനാപ്പിൾ കൃഷിയാണ്. നിങ്ങൾ ഓർക്കല്ലേ, ഇതൊരു കാട്ടിൻ്റെ അകത്തൂടെയുള്ള വഴിയാണ്, കാടല്ല, റബ്ബർ തോട്ടമാണ്. അപ്പുറം ഇപ്പുറം വീടൊക്കെ ഉണ്ട്. കാണുന്ന റേഷൻ കടയാണ്. ഇത് റേഷൻ കടയാണ്. റേഷൻ കട, പലചരക്ക് കട എല്ലാം കൂടെ കൂടിയൊരു കട. ഇവിടെ വേറെ അധികം കടകൾ ഈ ഏരിയയിലില്ല കേട്ടോ. ഇതിപ്പം നമ്മൾ ചെല്ലുന്നത് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ചാമമ്പതാൽ, അവിടുന്ന് ചാമ്പാലിൽ നമുക്ക് പൊൻകുന്നം പോകാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ഇത് ഇങ്ങനെ വരും. നമ്മുടെ പുറകിലൊരു കാറുകാരൻ കിടന്ന് ഫോണടിച്ച് മരിക്കുക. പോയി നമ്മൾ ഏകദേശം വീടിനോട് അടുത്തെത്തി കേട്ടോ. ഈ കയറ്റം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടിരിക്കുന്നിടമായി. എന്നാണ് അത് നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ഒരാളാണ്. എന്നാണ്ട് എല്ലാവരും അറിയുന്നവരായതുകൊണ്ട്, നാട്ടിലില്ലാത്തതുകൊണ്ട് ഇവരെല്ലാം എൻ്റെ ഓട്ടോ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഓട്ടോയിൽ സ്ഥിരം ആൾക്കാരാണ്. അപ്പം നാട്ടിലായതുകൊണ്ട് വരുമ്പം കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരെ കാണുന്ന ആ വീടിൻ്റെ അങ്ങ് പുറകിൽ ആ മലയുടെ മുകളിലാണ് നമ്മുടെ വീട്. അപ്പോൾ ഇതിലേ പോകാം. ഇത് നമ്മൾ കണ്ടു നോക്കി. എന്താ അല്ലേ, നമ്മുടെ ഏരിയ അടിപൊളിയാണ്. ഇങ്ങനെ കയറി നമുക്ക് അതിലപ്പുറത്തൂടെ റോഡുണ്ട്. നടന്നു പോകാനാണ്. ഇതിലെ അങ്ങ് നേരെ കയറി കഴിഞ്ഞാൽ ആ തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടായി. നമ്മുടെ വീടിനോട് അടുത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ഈ കാണുന്നത് നമ്മുടെ മുസ്ലിം പള്ളിയാണ്. നല്ലൊരു ജുമാ മസ്ജിദാണ് കേട്ടോ. ഇവിടുന്നാണ് നമ്മൾ ഈ തോട്ടത്തിൻ്റെ നടുക്കൂടെയാണ് നമ്മുടെ വഴി വീട്ടിലേക്കുള്ളത്. അപ്പം നമ്മളതിൽ നമ്മൾ പോകാൻ തുടങ്ങും. കണ്ടോ, ഇതിലെ അങ്ങ് തിരിഞ്ഞു. ഈ ചെറിയ നല്ലൊരു കയറ്റമാണ്. ചെറുതല്ല, നല്ലൊരു കയറ്റമാണ്. കോൺക്രീറ്റ് വഴിയാണ് തോട്ടത്തിൻ്റെ നടുക്ക്. ഇതിലങ്ങ് പോയി എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്താറായി. ചുറ്റുപാടും നല്ല കാഴ്ചകളും കാര്യങ്ങളാണ്. ബാക്കിയൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇനി കാണിക്കാം. ഇല്ലല്ലേ, ഇത് കാടാണ്. ആ ഏരിയയിൽ കാണുന്നത് മുഴുവൻ നമ്മുടെ വീടുകളാണ് ഇതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ശരി, നമ്മൾ ബാക്കി വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം.